ഈ ഒരു ചാർജിങ് സ്റ്റേഷനിൽ നിന്ന് ആരും ഈ ഒരു മാസമായിട്ട് ചാർജ് ചെയ്യുന്നില്ല. കാര്യം ഈ പറയുന്ന അധികം യൂസ്ഫുൾ ഇല്ലാത്ത ചാർജറാണ് ഇത്. പിന്നെ ഇത് ഉപയോഗമുള്ള ചാർജറാണെങ്കിൽ ഇത് വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോക്കുകുത്തി പോലെ. പിന്നെ ആകെ ഉള്ളൊരു ഉപയോഗം ഇതിന് ഷീറ്റൊക്കെ ഉള്ളത് കൊണ്ട് പിന്നെ ആൾക്കാർക്ക്, ബൈക്ക് ഓടിക്കുന്ന ആൾക്കാർക്ക് മഴയത്ത് കയറി നിൽക്കാം, പിന്നെ അവിടെ വന്ന് വെയിറ്റ് ചെയ്തിരിക്കാം. കൊട്ടാരക്കരയുള്ള KSEBിയുടെ ഈ ഒരു ചാർജ് സ്റ്റേഷൻ കംപ്ലൈൻ്റ് ആയിട്ട് ഏകദേശം 1 മാസത്തോളമായി. അപ്പോൾ 1 മാസമായിട്ട് ഈ ഒരു ചാർജ് സ്റ്റേഷൻ റെഡിയാക്കാനായിട്ട് KSEBിയുടെ ഉദ്യോഗസ്ഥർക്ക് ഇതുവരെ മനസ്സ് വന്നിട്ടില്ല. ഹലോ എവരിവൺ, വെൽക്കം ടു EV ട്രിപ്സ് ആൻഡ് ടിപ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കൊട്ടാരക്കരയുള്ള KSEBിയുടെ ചാർജ് സ്റ്റേഷനിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും, നമുക്ക് 3 മെഷീൻസ് ഉണ്ടെങ്കിലും നമുക്ക് CCS2 ഗണ്ണുള്ളത് ഈ ഒരു മെഷീന് മാത്രമാണ്. ഇവിടെ നമുക്ക് 2 CCS2 ഗൺ അവൈലബിൾ ആണ്. പക്ഷേ കഴിഞ്ഞ 1 മാസമായിട്ട് ഈ 2 ഗണ്ണുകൾ അവൈലബിൾ അല്ല. ഈ ഒരു മെഷീൻ കംപ്ലൈൻ്റ് ആയിട്ട് ഏകദേശം 1 മാസത്തോളമായി. നമ്മൾ ചാർജ് മോഡിൻ്റെ കമ്പനിയിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കസ്റ്റമർ റെപ്രസെൻറ്റേറ്റീവ് പറഞ്ഞത് ലാസ്റ്റ് മെയ് 19-ാം തീയതിയാണ് ഈ ഒരു ചാർജർ വർക്കിംഗ് ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, ട്രിവാൻഡ്രം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിലവിൽ നമുക്ക് ചാർജർ അവൈലബിൾ ആയിട്ടുള്ളത് കൊട്ടാരക്കര മാത്രമാണ്. അപ്പോൾ MC റോഡിൽ ഇത്രയും ദൂരം വരുന്ന ആൾക്കാർ ഈ പറഞ്ഞ നമുക്ക് കൊട്ടാരക്കരയുള്ള ചാർജറിനെ ബേസ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇവിടെ എത്തുമ്പോൾ, കാര്യം പ്രത്യേകിച്ച് ഇവിടെ 2 ഗണ്ണുള്ള ചാർജർ ആയതുകൊണ്ട് തന്നെ ഈ പറയുന്ന കണക്ക് ആൾക്കാർ ഇവിടെ കൂടുതൽ ആക്സസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത് മാത്രമല്ല ഇവിടെ നമുക്ക് റെസ്റ്റോറൻറ്റ് ഫെസിലിറ്റി ഉണ്ട്, KFC ഉണ്ട്, പിസ്സ ഹട്ട് ഉണ്ട്, പിന്നെ തൊട്ടപ്പുറത്ത് റെസ്റ്റോറൻറ്റ് ഉണ്ട്. അതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ആൾക്കാർ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചാർജർ തന്നെയാണിത്. അത് മാത്രമല്ല റേറ്റ് ഒരുവിധം കുഴപ്പമില്ലാത്തൊരു റേറ്റാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് KSEB ഈ പറയുന്ന ചാർജർ കംപ്ലൈൻ്റ് ആയിട്ട് കൂടിയും ഈ പറയുന്ന ചാർജർ ശരിയാക്കാത്തത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഏതെങ്കിലും പ്രൈവറ്റ് കമ്പനി ഇതുപോലൊരു ചാർജർ വെച്ചിട്ട് 1 മാസം കംപ്ലൈൻ്റ് ആക്കിയത് ഇട്ടേക്കത്തില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം ഇത് കംപ്ലൈൻ്റ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അന്നത്തെ വരുമാനം നഷ്ടമാവും എന്നുള്ളത് കൊണ്ട് തന്നെ അത് എത്രയും പെട്ടെന്ന് റെഡിയാക്കിയിട്ട് അത്രയും പെട്ടെന്ന് അവരുടെ ഏണിങ്സ് കിട്ടുക എന്നുള്ളതാണ് എല്ലാ പ്രൈവറ്റ് കമ്പനിക്കാരും ഉദ്ദേശിക്കുന്നത്. അതായത് EV ചാർജ് സ്റ്റേഷൻ വെക്കുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും നമുക്ക് അതിൽ നിന്ന് വരുമാനം കിട്ടുക എന്നുള്ളതാണല്ലോ. ഇത് സർക്കാരിൻ്റെ പൈസയാണ് എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് നമ്മൾ ജനങ്ങളുടെ എല്ലാവരുടെയും കൂടെ പൈസയാണ് ഈ പറയുന്ന KSEBിയുടെ പൈസ എന്ന് പറയുന്നത്. അത് ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഈ പറയുന്ന ചാർജ് സ്റ്റേഷൻസ് എല്ലാം വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പൈസ എടുത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഈ ഒരു ചാർജർ വർക്ക് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഇതൊരു ഡെഡ് മണി ആയിട്ട് അങ്ങ് പോകത്തേ ഉള്ളൂ. അത് മാത്രമല്ല, ഈ ഒരു ചാർജർ വർക്ക് ആവാതിരുന്നു കഴിഞ്ഞാൽ യൂസ്ഫുൾ ആവുന്നത് ഇതിന് ചുറ്റുമുള്ള മറ്റ് പ്രൈവറ്റ് ചാർജേഴ്സാണ്. അപ്പോൾ അതിൻ്റേതായ ബെനിഫിറ്റുകൾ അടുത്തുള്ള ചാർജിങ് സ്റ്റേഷനുകൾ കിട്ടും. പക്ഷേ KSEBിക്ക് ആ ഒരു വരുമാനം ഇല്ലാതാവുക എന്ന് പറയുന്നത് അത് ജനങ്ങളെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. KSEB ഇവിടെ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും, കൊട്ടാരക്കര KSEBിയുടെ ഓഫീസാണിത്. അപ്പോൾ ഇവിടുത്തെ ഏതൊരു ഉദ്യോഗസ്ഥനും വന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പം എന്താണ് കാര്യം, നമ്മൾ ഇതിന് മുന്നേ 1 മാസം മുന്നേ ഇവിടെ വന്നപ്പോൾ ഈ ഒരു ചാർജ് സ്റ്റേഷൻ വർക്കിംഗ് അല്ല. കാര്യം ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഏകദേശം കുണ്ട്ര പോകുമ്പോഴാണ് ആ ഒരു ചാർജ് സ്റ്റേഷൻ ഉള്ളത്. അന്ന് ഒരു തവണ അവിടെ നമ്മൾ പോയപ്പോഴത്തേക്ക് അവിടെ ചാർജർ കംപ്ലൈൻ്റ് ആയതുകൊണ്ട് നമ്മൾ ഇവിടെ നോക്കിയിട്ടുണ്ടായിരുന്നു. അന്ന് ഇവിടെ വർക്കിംഗ് അല്ലായിരുന്നു. അപ്പം നമ്മൾ ഇന്ന് വീണ്ടും വന്നപ്പോഴത്തേക്ക് ഇതുപോലെ കസ്റ്റമർ കെയർ വിളിച്ചു ചോദിച്ചു വർക്കിംഗ് അല്ലേ എന്ന്. അപ്പം വർക്കിംഗ് അല്ല. അപ്പോഴാണ് അവർ പറയുന്നത് 1 മാസമായിട്ട് വർക്കിംഗ് അല്ലെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, എന്നാൽ പിന്നെ നിങ്ങൾക്ക് ഇത് കറക്റ്റ് ചെയ്തുകൂടെന്ന് ചോദിച്ചപ്പോൾ ഈ ഒരു മെഷീൻ, ഇത് ചാർജ് മോഡിൻ്റെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീനാണ്. പക്ഷേ ഈ ഒരു മെഷീൻ്റെ ഇൻസ്റ്റലേഷനും കാര്യങ്ങളൊക്കെ KSEBിയുടെ പാർട്ടിയിൽ നിന്നാണ് ചെയ്തത്. അപ്പം ഈ ഒരു മെഷീൻ്റെ ഈ പറയുന്ന കംപ്ലൈൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ചാർജ് മോഡ് കമ്പനിക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ ഇത് കറക്റ്റ് ചെയ്യണമെങ്കിൽ ഈ പറയുന്ന KSEB തന്നെ വിചാരിക്കണം. KSEBിയുടെ ഉദ്യോഗസ്ഥർ ഇത് ഇൻസ്റ്റാൾ ചെയ്ത ടീം ഏതാണോ അവരെ കൊണ്ടുവന്ന് ഇത് കറക്റ്റ് ചെയ്യിക്കുക. അപ്പം ഞാൻ ഒരുപാട് ചാർജ് സ്റ്റേഷനിൽ പോയിട്ടുണ്ട്. ഇപ്പം ഇൻ കേസ് പവർ ഫെയിലിയർ കാരണമോ അല്ലെങ്കിൽ മെഷീനുള്ള ഫോൾട്ട് കാരണമോ ഒക്കെ പലയിടത്തും ചാർജേഴ്സ് വർക്ക് ചെയ്യാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്ന ഇങ്ങനെ 1 മാസത്തോളം ഒരു ചാർജർ വർക്ക് ചെയ്യാതിരിക്കുക എന്നിട്ടും അത് റെഡിയാക്കാതിരിക്കുക എന്നുണ്ടെങ്കിൽ അത് KSEBിയുടെ ചാർജർ മാത്രമായിരിക്കും. ഇവിടെ നമുക്ക് പിന്നെയും ആദ്യകാലങ്ങളിൽ ഒരു ആശ്വാസം ഉണ്ടായിരുന്നു. 2 CCS2 ഗണ്ണായതുകൊണ്ട് തന്നെ ഒരു വണ്ടി ഇവിടെ ചാർജ് ചെയ്യാൻ വരുമ്പോഴത്തേക്ക് എന്തായാലും ഒരു വണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഗണ്ണെടുത്ത് യൂസ് ചെയ്യാം. തൊട്ടപ്പുറത്തുള്ളത് നമ്മൾ പറയുന്നത് നമുക്ക് GBT ഗണ്ണാണ്. അതിൻ്റെ അപ്പുറത്തുള്ളത് മറ്റേ സ്കൂട്ടറൊക്കെ ചാർജ് ചെയ്യാൻ 3.3 കിലോവാട്ടിൻ്റെ ഗണ്ണാണ്. അപ്പം GBT ഗണ്ണ് നമ്മൾ പലപ്പോഴും ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ആരും ചാർജ് ചെയ്യുന്ന കണ്ടിട്ടില്ല. സ്കൂട്ടേഴ്സും അങ്ങനെ ചാർജ് ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടില്ല. അപ്പം അത് യൂസ് ചെയ്യുന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. അപ്പം നിലവിൽ ശരിക്കും നമ്മൾ പലതവണ ഇതുവഴി പോയിട്ടും ഈ ഒരു ചാർജിങ് സ്റ്റേഷനിൽ നിന്ന് ആരും ഈ 1 മാസമായിട്ട് ചാർജ് ചെയ്യുന്നില്ല. കാര്യം ഈ പറയുന്ന അധികം യൂസ്ഫുൾ ഇല്ലാത്ത ചാർജറാണ് ഇത്. പിന്നെ ഇത് ഉപയോഗമുള്ള ചാർജറാണെങ്കിൽ ഇത് വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോക്കുകുത്തി പോലെ. പിന്നെ ആകെ ഉള്ളൊരു ഉപയോഗം ഇതിന് ഷീറ്റൊക്കെ ഉള്ളത് കൊണ്ട് പിന്നെ ആൾക്കാർക്ക്, ബൈക്ക് ഓടിക്കുന്ന ആൾക്കാർക്ക് മഴയത്ത് കയറി നിൽക്കാം, പിന്നെ അവിടെ വന്ന് വെയിറ്റ് ചെയ്തിരിക്കാം എന്നൊരു ഉപയോഗമല്ലാതെ ചാർജർ എന്നുള്ള രീതിയിൽ ഉപയോഗിക്കാം. അപ്പം ഞാൻ പറയുന്നത് ടിയാഗോ EV, നെക്സോൺ EV അങ്ങനെയുള്ള CCS2 ഗണ്ണ് ഉപയോഗിക്കുന്ന വണ്ടികളെ സംബന്ധിച്ചോളമാണ്. അപ്പോൾ അങ്ങനെയുള്ള വണ്ടികളെ സംബന്ധിച്ചോളം ഒരു
ഉപയോഗമില്ലാത്ത രീതിയിലാണ് ഇത് നിലനിന്ന് പോകുന്നത്. ഞാൻ ശരിക്കും 15-ാം തീയതിയാണ് ഈ ഒരു ചാർജർ വർക്കിംഗ് ആണോ എന്ന് കസ്റ്റമർ കെയർ വിളിച്ച് ചോദിക്കുന്നത്. അപ്പോൾ വർക്കിംഗ് അല്ല എന്നാണ് അവർ പറഞ്ഞത്. ഞാൻ എന്നിട്ടും വിചാരിച്ചു ഇത് കറക്റ്റ് ആവോ ഇല്ലെന്നുള്ള കാര്യം നോക്കാം. കാര്യം നമ്മളിത് റിപ്പോർട്ട് ചെയ്യുന്നത് ശരിയല്ലോ. ഇപ്പം കഴിഞ്ഞ മെയ് 19 അവസാനം വർക്ക് ചെയ്തൊരു ചാർജർ, ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് 18-ാം തീയതിയാണ്, ജൂൺ 18ആണ്. അപ്പോൾ ഒരു മാസത്തോളമായി. ഇത്രയും നാളായിട്ടും ഈ ഒരു ചാർജർ റെഡിയാക്കാത്തത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. ഇത് നമുക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും KSEBിയുടെ ചാർജർ ആയതുകൊണ്ട് മാത്രമാണ്. KSEBിയുടെ ഉദ്യോഗസ്ഥരുടെ അത് അവരുടെ പൈസ അല്ല എന്നൊരു ഫീൽ അവർക്ക് ഉണ്ടായിരിക്കാം. ചിലപ്പോൾ അവരുടെയും കൂടെ പൈസയാണ്. അപ്പോൾ അവർ ടാക്സ് കൊടുക്കുന്ന പൈസയൊന്നും കൂടെ എടുത്തിട്ടാണ് ഈ ഒരു ചാർജർ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. പിന്നെ KSEBിക്ക് എത്രത്തോളം നഷ്ടം ഉണ്ടായാലും അതെല്ലാം ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഈടാക്കാൻ പറ്റുമെന്നൊക്കെ ഇവർക്കൊരു ഫീൽ കാണും. അതുകൊണ്ടൊക്കെ ആയിരിക്കും ഇതൊക്കെ ചെയ്യുന്നത്. എനിവേ, ഇതെൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്. ഈ പറയുന്ന ഈ ഒരു ചാർജർ പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കുക എന്നുള്ളത്. കാര്യം 2 CCS ഗൺ MC റോഡിൻ്റെ തൊട്ടടുത്തായിട്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപയോഗമുള്ളൊരു ചാർജറാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഉപയോഗമുള്ളൊരു ചാർജർ നിങ്ങൾ ഇതുപോലെ ഇട്ട് നശിപ്പിച്ച് കളയരുത്. നമ്മൾ പലപ്പോഴും KSEBിയുടെ പല ചാർജ് സ്റ്റേഷൻ നോക്കുമ്പോഴും അത് വർക്കിംഗ് ആവാത്തൊരു സാഹചര്യം കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പോകുന്ന സമയത്ത് മാത്രമാണ് ആ ഒരു ചാർജർ കംപ്ലൈന്റ് ആണോ അല്ലെങ്കിൽ പിന്നീട് അത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ നോക്കുന്നില്ല. ഇത് നമ്മുടെ ഏരിയയിൽ ആയതുകൊണ്ടാണ് നമ്മളിത് ശ്രദ്ധിക്കപ്പെട്ടത്. അപ്പോൾ നിങ്ങൾക്ക് KSEBിയുടെ ചാർജ് സ്റ്റേഷനിൽ നിന്ന് ഇങ്ങനെയുള്ള എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ എന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാർജ് മോഡിന്റെ കസ്റ്റമർ കെയറിൽ വിളിച്ച ആ ഒരു ഓഡിയോയും കൂടെ നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ടെങ്കിലും KSEBിയുടെ ഉദ്യോഗസ്ഥർ ഇതിനൊരു നടപടി എടുക്കുമെന്ന് വിചാരിക്കുന്നു. സാറേ, ലാസ്റ്റ് ട്രാൻസാക്ഷൻ നടന്നേ 5-ാം മാസമായിരുന്നു കേട്ടോ. മെയ്യിലാണോ? മെയ് കാര്യം ഞാൻ കഴിഞ്ഞ മാസം വിളിച്ചപ്പോഴും ഇതുപോലെ കംപ്ലൈന്റ് ആയിരുന്നു. നമ്മൾ അതുവഴി ഫ്രീക്വന്റ് ആയിട്ട് പോകുന്നായിരുന്നു. അതുപോലെ അത് 2 കണ്ണുള്ള KSEBിയുടെ സ്റ്റേഷനാണ് സാർ. നമ്മൾ ഓൾറെഡി അവർക്ക് റിപ്പോർട്ടഡ് ആണ്. അപ്പൊ അവരാണ് സർവീസ് നോക്കുന്ന അവരാണ് സാർ. അപ്പൊ അവര് വേണം അത് റിപ്പയർ ചെയ്യാനായിട്ട്. നമ്മൾ ഓൾറെഡി റിപ്പോർട്ടഡ് ആണ്. ഓക്കെ, ഫൈൻ. കാര്യം ഒരു മാസമായിട്ട് ആ ഒരു ചാർജ് സ്റ്റേഷൻ വർക്കിംഗ് അല്ല. 2 കണ്ണുള്ള ഒരു ചാർജ് സ്റ്റേഷൻ ആണ്. ആൾക്കാർക്ക് കൂടുതൽ ഓക്കെ, ഒന്നുകൂടി ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തേക്കാം കേട്ടോ. ഒന്നുകൂടി കോൺടാക്ട് ചെയ്തേക്കാം. ഇത് മെയ് എന്നായിരുന്നു ലാസ്റ്റ് വർക്കിംഗ് എന്നറിയോ? ഡേറ്റ് ഒരു മിനിറ്റ്. 19/5 മെയ് 19 ലാസ്റ്റ് ഡേറ്റ്. അതെ. ഓക്കെ എന്തായാലും പോവാണെങ്കിൽ അവിടെ KSEB സ്റ്റേഷൻ ഉണ്ട്, അവിടെ റിപ്പോർട്ട് ചെയ്താലും മതി. ഓക്കെ, ഫൈൻ. അപ്പൊ അത് മെയിൻ്റെനൻസ് എല്ലാം KSEB ആയതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവർ റെഡിയാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അവരുടെ സോഫ്റ്റ്വെയർ മാത്രമേ നമ്മൾ റൺ ചെയ്യുന്നുള്ളൂ. നമ്മൾ ആക്സസ് ചെയ്യുന്ന അവരുടെ സോഫ്റ്റ്വെയർ മാത്രമേ ഉള്ളൂ. സർവീസ് ഒക്കെ അവരാണ് നോക്കുന്നത്. അപ്പൊ നമുക്ക് കംപ്ലൈന്റ് വന്നാൽ രജിസ്റ്റർ ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ സാർ. അവരുടെ അടുത്ത് റിപ്പോർട്ട് ചെയ്യാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. ഓക്കെ, ഫൈൻ. ഓക്കെ. അപ്പോൾ EV റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ഫ്രം EV ട്രിപ്സ് ആൻഡ് ടിപ്സ്.